ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 8 വിക്കറ്റിന് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് 245 എന്ന് പറയുന്ന ഒരു വലിയ വിജയലക്ഷ്യമാണ് സൺറൈസേഴ്സിന്റെ മുന്നിൽ വെച്ചത്. സൺറൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് അവരുടെ ബാറ്റർമാർ നല്ല പ്രകടനമല്ല കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 245 റൺസ് എന്ന് പറയുന്നത് മറികടക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളത് അവരുടെ കടുത്ത ആരാധകർക്ക് പോലും സംശയമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഹൈദരാബാദിൽ നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ തന്നെയുള്ള ഒരു മികച്ച ബാറ്റിംഗ് വിക്കറ്റിലാണ് ഇന്ന് ഈ മത്സരം നടന്നത്. നമ്മൾ ഇതിന്റെ പ്രിവ്യൂ പറഞ്ഞിരുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് ആരാധകർക്ക് ചിലപ്പോൾ ഒരു ബാറ്റിംഗ് വിരുന്ന് ഒരുക്കാനായിട്ട് രണ്ട് ടീമുകൾക്കും സാധിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ 245 റൺസ് എന്നുള്ളത് 18.3 ഓവറിൽ വെറും 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഹൈദരാബാദ് മറികടന്നിരിക്കുകയാണ്. അഭിഷേക് ശർമ്മയുടെ ഒരു താണ്ഡവമാണ് ഇന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കണ്ടത്. ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാക്കുമ്പോൾ 245 റൺസ് എന്നുള്ള ഒരു വലിയ സ്കോർ കണ്ടപ്പോൾ ആരാധകരുടെ മുഖത്തെല്ലാം ഉണ്ടായിരുന്ന ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു നിരാശ അതെല്ലാം കാറ്റിൽ പറത്തുന്ന ഒരു പ്രകടനമായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹം വെറും 40 ബോളുകളിലാണ് സെഞ്ചുറി നേടിയത്. അദ്ദേഹം ഔട്ടാവുമ്പോൾ 55 ബോളുകളിൽ നിന്ന് 141 റൺസ് അദ്ദേഹം നേടിയിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ ബാറ്ററെ സംബന്ധിച്ചിടത്തോളം IPL നേടുന്ന ഏറ്റവും വലിയ സ്കോറാണ് ഈ 141 റൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റൺ ചേസിൽ IPL ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു റൺ ചേസ് ആയിട്ട് ഇത് അറിയപ്പെടുമെന്നുള്ളതാണ്. 245 റൺസ് വെറും 9 ബോളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മറികടക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബാറ്റിംഗ് കരുത്ത് എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 141 റൺസിൽ അദ്ദേഹം 10 സിക്സറുകളാണ് നേടിയിട്ടുള്ളത്. ഒരുപാട് ചാൻസുകൾ അല്ലെങ്കിൽ ഹാഫ് ചാൻസുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തിയിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം ഒരു നോ ബോളിൽ ഔട്ടാവുകയും ചെയ്തിരുന്നു. യശ് താക്കൂറിന്റെ ബോളിലാണ് അദ്ദേഹം ഔട്ടായത്. പക്ഷെ അതൊരു നോ ബോൾ ആയിരുന്നു. പിന്നീട് അത് ഫ്രീ ഹിറ്റ് ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ യുസി ചഹലിന്റെ കയ്യിൽ നിന്നൊരു ഹാഫ് ചാൻസ് വിട്ടുപോയി. പല മത്സരങ്ങളിലും നമ്മൾ കാണുന്നതാണ് ഇതുപോലെയുള്ള നല്ല പ്രകടനങ്ങൾ പലപ്പോഴും ഫീൽഡിങ്ങിന്റെ ഒരു കുറവ് കൊണ്ടാണ് ഇതുപോലെ വലിയ സ്കോറുകളിലേക്ക് എത്താനായിട്ട് പല ടീമുകൾക്കും സാധിക്കുന്നത്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം എപ്പോഴും ബൗളർമാരുടെ ഒരു ശവപ്പറമ്പും ബാറ്റിംഗ് ഒരു പറുദീസയുമാണ് എന്ന് പറയാറുണ്ട്. അത് ആദ്യത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 286 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണ് കുറിച്ചത്. പക്ഷേ ഇന്ന് 245 റൺസ് പഞ്ചാബ് കിങ്സ് നേടുകയും അത് തിരിച്ചടിക്കാനായിട്ട് ഹൈദരാബാദിന് സാധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച പഞ്ചാബിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യർ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. നല്ല ഒരു തുടക്കം നൽകാനായിട്ട് പ്രിയാൻഷ് ആര്യയ്ക്കും അതുപോലെ തന്നെ പ്രഭ് സിമ്രൻ സിംഗിനും കഴിഞ്ഞിരുന്നു. നല്ല ഒരു മികച്ച തുടക്കമായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടിയ താരമാണ് പ്രിയാൻഷ് ആര്യ. അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ അതേ ഫോമിലേക്ക് തന്നെ വരികയായിരുന്നു. 37 റൺസ് നേടി അദ്ദേഹം പുറത്തായിരിക്കുന്നു. 13 ബോളുകൾ മാത്രമാണ് അദ്ദേഹം ഈ 37 റൺസ് നേടാനായിട്ട് എടുത്തത്. അതുപോലെ തന്നെ പ്രഭ് സിമ്രൻ സിംഗ് 42 റൺസ് നേടുകയും ചെയ്തു. 1 ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്ന അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യരുടെ ഒരു മികച്ച പ്രകടനത്തിന്റെ ബലത്തിലാണ് അവർ 245 എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്തിയത്. അദ്ദേഹം വെറും 36 ബോളുകളിലാണ് 82 റൺസ് നേടിയത്. അതിൽ 6 സിക്സറുകൾ നേടാനായിട്ട് ശ്രേയസ് അയ്യർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലെ ഒരു മികച്ച പ്രകടനം കൊൽക്കത്തയ്ക്ക് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. ഇപ്പോൾ അതേ പ്രകടനം പഞ്ചാബ് കിങ്സിന് വേണ്ടിയും കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. അവസാന ഓവറുകളിലേക്ക് വന്നപ്പോൾ മാർക്കസ് സ്റ്റോയിനിസിന്റെ ഒരു ഒറ്റയാൾ പ്രകടനം അല്ലെങ്കിൽ ഒരു വെടിക്കെട്ട് പ്രകടനമാണ് അവരെ ഇത്ര വലിയ സ്കോറിലേക്ക് എത്തിച്ച്. അദ്ദേഹം ഒരു 30-ൽ കൂടുതൽ റൺസ് വളരെ ചെറിയ ബോളുകളിൽ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ പല നല്ല പ്രകടനങ്ങളും അവരുടെ ബോളിംഗിൽ ഉണ്ടായെങ്കിലും ഏറ്റവും നിരാശപ്പെടുത്തിയ ബൗളിംഗ് എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയുടേതായിരുന്നു. കാരണം 4 ഓവറിൽ 75 റൺസാണ് ഈ ഒരു മത്സരത്തിൽ മുഹമ്മദ് ഷമി വിട്ടുകൊടുത്തത്. IPL ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ റൺസ് വിട്ടുകൊടുത്തു എന്നുള്ള ഒരു നാണക്കേട് ജോഫ്ര ആർച്ചറിന്റെ പേരിലാണ്. അത് ഈ വർഷം തന്നെയാണ് നടന്നത്. അദ്ദേഹം 4 ഓവറിൽ 76 റൺസ് വിട്ടുകൊടുത്തിരുന്നു. ഇത് 1 റൺ മാത്രം പുറകിലാണ്. 4 ഓവറിൽ 75 റൺസാണ് മുഹമ്മദ് ഷമി വിട്ടുകൊടുത്തിരിക്കുന്നത്. ഏതായാലും നല്ല പ്രകടനം കാഴ്ചവെച്ച് ഹർഷൽ പട്ടേലാണ്. ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ, ഇത്രയും നല്ല ബാറ്റിംഗ് വിക്കറ്റുകളിൽ കളിക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ഉള്ള ഒരു ബോളറാണ് ഹർഷൽ പട്ടേൽ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നല്ല സ്ലോവറുകളും സ്ലോ ബൗൺസറുകളും യോർക്കറുകളും ഒക്കെ കൊണ്ട് ബാറ്റർമാരെ കുഴപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഹർഷൽ പട്ടേൽ. അദ്ദേഹം 4 ഓവറിൽ 42 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 4 വിക്കറ്റുകളാണ് ഈ ഒരു മത്സരത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ താരമായിട്ടുള്ള ഇഷാൻ മലിംഗ പുതുമുഖ താരമാണ്. അദ്ദേഹം IPL അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. 4 ഓവറിൽ 45 റൺസ് വഴങ്ങി അദ്ദേഹം 2 വിക്കറ്റുകൾ കരസ്ഥമാക്കി. ഏതായാലും നല്ല ഒരു ബാറ്റിംഗ് പ്രകടനത്തിലൂടെ 245 റൺസ് നേടിയ പഞ്ചാബിന് നല്ല ഒരു മറുപടി കൊടുക്കാനായിട്ട് SRHന് സാധിക്കുകയും ചെയ്തു. പഞ്ചാബിന്റെ ബാറ്റിങ്ങിന്റെ ഒരു തുടക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു 6 ഓവർ പവർ പ്ലേ കഴിയുന്ന സമയത്ത് അവർ 89 റൺസിന് 1 വിക്കറ്റ് എന്ന
നിലയിലായിരുന്നു. ഒരു ഹാഫ് വേ സ്റ്റേജ്, അതായത് ഒരു 10 ഓവർ എത്തുന്ന സമയത്ത് 120 റൺസ് എന്ന് പറയുന്ന നല്ലൊരു മികച്ച സ്കോറിലായിരുന്നു പഞ്ചാബ്. തിരിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ അവരും അതുപോലെ തന്നെ പവർ പ്ലേ പിന്നിടുന്ന സമയത്ത്, അതായത് 6 ഓവർ കഴിയുമ്പോൾ 83 റൺസിന് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സ്ഥിതിയിലായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. പക്ഷേ 10 ഓവർ പിന്നിടുമ്പോഴേക്കും പഞ്ചാബിനുണ്ടായിരുന്ന 120 റൺസ് ആണെങ്കിൽ ഹൈദരാബാദിന് 143 റൺസ് എന്നുള്ള ഒരു നിലയിലേക്ക് എത്താനായിട്ട് ഹൈദരാബാദിന് സാധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിന്റെ ഒരു ക്രെഡിറ്റ് മുഴുവനും അവകാശപ്പെടുന്നത് ട്രാവിസ് ഹെഡിനും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയ്ക്കുമാണ്. ട്രാവിസ് ഹെഡിന്റെ നല്ലൊരു പ്രകടനം കണ്ടു. അദ്ദേഹം 66 റൺസ് നേടി, 3 സിക്സറുകളാണ് ആ ഇന്നിംഗ്സിലുണ്ടായിരുന്നത്. അദ്ദേഹം പുറത്താവുകയും ചെയ്തു. അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 40 ബോളുകളിലാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത്. ഏതായാലും ചെറിയ ഒരു ഗ്രൗണ്ടാണ് ഹൈദരാബാദിലെ, നല്ല ഒരു ബാറ്റിംഗ് വിക്കറ്റാണ് ഹൈദരാബാദിലെ. പക്ഷേ എല്ലാം നമുക്ക് മാറ്റി നിർത്തിയാലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും പഞ്ചാബ് കിങ്സിന്റെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ആർക്കും തന്നെ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. മുഹമ്മദ് ഷമി 4 ഓവറിൽ 75 റൺസാണ് വഴങ്ങിയതെങ്കിൽ പഞ്ചാബ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ബൗളർമാരിൽ ഒരാളായിട്ടുള്ള യുസി ചഹൽ 4 ഓവറിൽ 56 റൺസാണ് വഴങ്ങിയത്. ഹർഷദീപ് സിംഗിന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. ഇത്രയും വലിയ ഒരു സ്കോറിൽ അദ്ദേഹം 4 ഓവറിൽ 37 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് കരസ്ഥമാക്കാനും ഹർഷദീപ് സിംഗിന് സാധിക്കുകയും ചെയ്തു. അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് അഭിഷേക് ശർമ്മ ഔട്ടായത്. പിന്നീട് ഹെൻറിച്ച് ക്ലാസിനും ഇഷാൻ കിഷനും കൂടെ ചേർന്ന് ആ ഒരു കർമ്മം അവസാനിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഒരു മത്സരം എന്ന് പറയുന്നത്. ഏതായാലും ഇത്ര വലിയ ഒരു സ്കോർ ഈസി ആയിട്ട് പിന്തുടരുന്നത് പോലെയാണ് തോന്നിയത്. ഒരുപാട് മിസ്റ്റേക്കുകൾ പഞ്ചാബ് ഫീൽഡർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരുപാട് ക്യാച്ചുകൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, ഒരുപാട് ഹാഫ് ചാൻസുകൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പല സംഭവങ്ങളും ഉണ്ടായെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും 55 ബോളുകളിൽ 141 റൺസ് എന്ന് പറയുന്നത് ഒരു വലിയ വിജയം തന്നെയാണ്, വലിയൊരു പ്രകടനം തന്നെയാണ്. ഈ ഒരു ടൂർണമെന്റിൽ ഇത്ര ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇത്രയും മാച്ചുകളായിട്ട് നല്ലൊരു പ്രകടനം അഭിഷേക് ശർമ്മയ്ക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അതിന്റെ എല്ലാം വിഷമം തീർക്കുന്ന വിധത്തിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഒരു യങ്സ്റ്റർ ആണ്, ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹം എന്നൊക്കെ പറയുമ്പോഴും വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം സിക്സറുകൾ നേടുന്നത്. നമ്മൾ ഇതിനു മുമ്പത്തെ മാച്ചിൽ നമ്മൾ പറഞ്ഞിരുന്നു നിക്കലസ് പൂരന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം, അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ സ്വിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നല്ല ബാറ്റ് സ്വിംഗ് ഉള്ള ഒരു പ്ലെയർ ആണ് അഭിഷേക് ശർമ്മ എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു മത്സരം കഴിയുന്ന സമയത്ത് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർ 6 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിൽ 4 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. 2 മത്സരങ്ങളിലാണ് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പഞ്ചാബ് കിങ്സിന്റെ ഒരു പോയിന്റ് ടേബിളിലേക്ക് വരുമ്പോൾ അവർ 5 മത്സരങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൽ 3 മത്സരങ്ങളിൽ വിജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു. 2 മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും നല്ല ഒരു ബാറ്റിംഗ് വിരുന്ന്, നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ബാറ്റിംഗ് വിരുന്ന് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു. എത്രയാണ് സിക്സറുകളുടെ എണ്ണം എന്ന് പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അഭിഷേക് ശർമ്മ മാത്രം 10 സിക്സറുകൾ നേടി. അതിനു മുമ്പ് പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ട് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യർ 6 സിക്സറുകൾ നേടി, ട്രാവിസ് ഹെഡ് 3 സിക്സ് നേടി, മാർക്കസ് സ്റ്റോയിനിസ് ഒരു 4 സിക്സറുകൾ നേടി. അപ്പോൾ ഇതൊരു 6 ഹിറ്റിംഗ് ഗ്രൗണ്ട് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ചില ഗ്രൗണ്ടുകളെ നമ്മൾ അങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇത് അങ്ങനത്തെ തന്നെ ഒരു ഗ്രൗണ്ടായിരുന്നു. ആരാധകരെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ഹൈദരാബാദിന്റെ ആരാധകർ, ഈ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെടിക്കെട്ടിന്റെ രാത്രിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച് തിരിച്ച് ആ ഒരു മൊമെന്റത്തിലേക്ക് എത്താനായിട്ട് ഹൈദരാബാദിന് സാധിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു മൊമെന്റമാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷത്തിൽ ഒരു മൊമെന്റത്തിലാണ് അവർ ഫൈനൽ വരെ എത്തിയത്. ഇപ്പോൾ തിരിച്ച് ആ ഒരു മൊമെന്റം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ഹൈദരാബാദ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡായിരിക്കും, എസ്പെഷ്യലി ഇതുപോലെയുള്ള നല്ല ബാറ്റിംഗ് വിക്കറ്റുകളിൽ കളിക്കുമ്പോൾ എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇനിയും ഹൈദരാബാദിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.